വെൽക്കം ബാക്ക്. താങ്ക് യു. സത്യ എവിടെ? സത്യ വന്നോണ്ടിരിക്കണം. മഹതിയോ? ചോദിച്ചിട്ട് എന്താ നീ മറുപടി പറയാത്ത? Maya, don't panic. Everything will be all right. ഒരു വലിയ ആക്സിഡന്റ് ആയിരുന്നു മായ. ഫേസ് മുഴുവനും ഡീഫോം ആയി പോയി. ആക്സിഡന്റ് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ മഹതി പ്രതീക്ഷിക്കാതെ പടിക്കെട്ടിന്ന് കാല് തെറ്റി താഴേക്ക് വീണ് മരിച്ചുപോയി. അവളുടെ ഫേസാണ് നിനക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. മയ, നീ സ്ട്രെസ് ആവല്ലേ? ഈ അവസ്ഥയിൽ പാടില്ല. കാം ഡൗൺ. ഇതുപോലെ ഞാൻ ഒരുപാട് കണ്ടു 2 months. ഐ ആം ഡ്രെയിൻഡ്. മനസ്സ് മരവിച്ചു പോയി. ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിച്ച 2 പേർക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോ തകർന്നു പോയി. ഐ ജസ്റ്റ് കുഡ്ന്റ് ടേക്ക് ഇറ്റ്. നിന്റെ സർജറിയെ കുറിച്ച് അറിയണ്ടേ? ഇറ്റ് വാസ് ആൻ ഇമോഷണൽ ഡിസിഷൻ. മഹതിയുടെ ജീവൻ എനിക്ക് രക്ഷിക്കാനായില്ല. പിന്നെ നിന്റെ ജീവനും കൂടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ഈ ജോലി, എന്റെ ഈ പോസ്റ്റ്, ഇതൊക്കെ വെറുതെ പാഴായി പോവല്ലേ? രാജ്, പ്ലീസ് ഡോണ്ട് ക്രൈ. നീ കരഞ്ഞാൽ എനിക്ക് സഹിക്കാനാവില്ല. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ്? രാജ്, നീ എനിക്ക് ലൈഫിൽ സെക്കൻഡ് ചാൻസ് തന്നിരിക്കും. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്റെ മഹ എന്നെ വിട്ടു പോയതിനു ശേഷം ജീവിക്കണമെന്നൊരാഗ്രഹമില്ല മായ. പാവം അവളുടെ അച്ഛൻ. നീ എപ്പോഴും പറയാറില്ലേ ഞാൻ അനാഥയെന്ന്? I want to gift you a family, മഹദീസ് ഫാമിലി. കുറച്ച് നാളത്തേക്ക് അദ്ദേഹത്തിന്റെ മകളായി ഒന്ന് അഭിനയിക്കാൻ പറ്റുമോ പ്ലീസ്? ഐ നോ ഇങ്ങനെ ചോദിക്കുന്നത് പോലും ഇറ്റ്സ് നോട്ട് റൈറ്റ്. ഹെൽപ്പ് മീ മായ പ്ലീസ്. കുറച്ച് നാളത്തേക്ക് മതി. പതുക്കെ ഞാൻ സത്യം പറഞ്ഞ് മനസ്സിലാക്കാം. Can you please give me some time? Sure. നിനക്ക് കല്യാണം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും my love was constant. I love you, രാജ്. ഞാനിത് ചെയ്താൽ will you feel better? Yes. ശരി. Thank you so much, Maya. Thank you. രാജ്, എന്താ മായ? ഒരു കാര്യം ചോദിച്ചോട്ടെ? പറയൂ മായ. ഞാൻ അവർക്ക് മകളായിട്ട് മാത്രം ഇരുന്നാൽ മതിയോ? നിനക്ക് ഭാര്യയായിട്ട് വേണ്ടേ? I am not ready for that now. ഞാനിങ്ങനെ ചെയ്താൽ will you feel better? Two weeks അത്രയേ ഉള്ളൂ. ഇതെല്ലാം ശരിയായി കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം.
ഫോട്ടോസ് എല്ലാം കവറായിട്ടുണ്ടല്ലോ. അവരുടെ മുമ്പിൽ ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. ശരിയാ. ആർ യു ഫീലിംഗ് ബാഡ്? എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അവരെ തിരിച്ചയച്ചേക്കട്ടെ? I'll manage. ആ, അവർ വന്നെന്ന് തോന്നുന്നു. മായ, നോ സ്ട്രിങ്. നീ വാ. വരുന്നു. നമസ്കാരം. എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നത്? മാമ്പഴമാ മോനെ. ആ, നല്ല മൂവണ്ടം മാങ്ങ കൊണ്ടുവരാൻ മറന്നു പോകുന്ന ഞാൻ വിചാരിച്ച്. അമ്മേ, മുകളിലേക്ക് പോകാം നമുക്ക്. വരൂ. മോളെ, നിനക്ക് എങ്ങനെയുണ്ട് മഹി? എന്തെങ്കിലും ഒന്ന് പറ മോളെ. എനിക്കൊന്ന് ഫോൺ ചെയ്യായിരുന്നില്ലേ? അങ്കിൾ, ആ, ആക്സിഡന്റ് കഴിഞ്ഞിപ്പോ ഒന്ന് നേരെയായി വരുന്നതല്ലേ ഉള്ളൂ. എല്ലാരെയും ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് സമയം എന്ന് എടുക്കും. വെച്ചാ അവളുടെ ഓർമ്മശക്തി പോയെന്നോ? അങ്ങനെ തന്നെ വിചാരിച്ചു ആന്റി. നിങ്ങൾ ഒരുപാട് സീരിയൽ കാണുമല്ലേ ആന്റി? നിങ്ങൾക്ക് സീരിയലിനെ പറ്റി ഒന്നും അറിയത്തില്ലെന്നാണോ പറയുന്നേ? അപ്പോ ഞങ്ങൾ ആരാണെന്നുള്ള അവക്ക് മനസ്സിലായില്ലല്ലേ? അതെ അങ്കിൾ, ഇനി കുറച്ച് നാളോട്ട് കഴിയും. ഞാൻ അപ്പോഴും നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇവളുടെ ജാതകം നോക്കണമെന്ന് കേട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറായില്ല. അനുഭവിച്ചു. ദേവീക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജ കഴിപ്പിക്കാതെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞില്ലേ, അത് കേട്ടില്ല. ഞാൻ പറഞ്ഞതൊക്കെ നിസ്സാരമാക്കി കളഞ്ഞു. കണ്ടില്ലേ ഇപ്പൊ എന്തായത്? നോക്ക് മോളെ, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? മോളെ, എനിക്കറിയാം മോളെ, ഈ ചിറ്റി ഒരുപാട് ഇഷ്ടമാണ് നിനക്കെന്ന്. ഇത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്, അതിലാരെങ്കിലും മനസ്സിലായോ? പക്ഷെ എന്നെ മനസ്സിലായി. എന്റെ പൊന്നു മോക്കന്നെ എന്ത് ഇഷ്ടം, എന്റെ പൊന്നു. അയ്യോ, എന്റെ മോളെ വേദന എടുക്കുന്നുണ്ടോ? സോറി മോളെ, എന്നോട് ക്ഷമിക്കണേ. ഞാൻ അറിയാതെ മോച്ച സ്നേഹം കൂടി പോയില്ലേ മോളെ. അത് എല്ലാവരും ഇവിടെ കൂടിയിരുന്ന അവളുടെ ഹെൽത്തിന് നല്ലതല്ല. അവള് തനിയെ ഇരിക്കുന്നതാണ് നല്ലത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളെ ഞാൻ കൊണ്ടുവന്നോളാം. നീ പറഞ്ഞതങ്ങ് ചെയ്യ, ബാക്കി കാര്യം ഞാൻ നോക്കാം. എഴുന്നേക്ക് പോകാം. എല്ലാരും കൂടെ അങ്ങോട്ട് പോകുന്ന പറഞ്ഞ് വന്നതല്ലേ, എഴുന്നേക്ക് പോകാം. അവൻ നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ? വാ, ഞങ്ങളൊന്ന് ഇറങ്ങുമോ മോളെ? എന്താ ഒരു താമസം? അമ്മേ, കെയർഫുൾ. സോറി അമ്മേ, ഇത്രയും ദൂരത്ത് നിന്ന് കഷ്ടപ്പെട്ട് വന്നിട്ട് ഉടനെ പറഞ്ഞു വിട്ടത് ശരിയല്ലെന്നറിയാം. എന്താ മോനെ ഇത്? അമ്മയോട് ആരെങ്കിലും സോറി ചോദിക്കോ? അന്ന് എന്റെ മോനെ കല്യാണം കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ട് സത്യോ. ആ കാര്യം ഞാൻ വിട്ടു. മോനും എന്റെ മോനെ പോലെ അല്ലേ മോനെ? മോളെ നോക്കിക്കോളെ. മായ, എന്തു പറ്റി മോളെ? വാട്ട് ഹാപ്പൻ? പോയേ പറ്റൂ. ഒരു ചെറിയ വർക്കല്ലേ. ഐ വിൽ ബി ബാക്ക് ഇൻ 3 days. ഞാനും കൂടെ വരാം. എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹണിമൂണിന് പോവില്ലായിരുന്നോ? ശരി, പോ. ഫ്ലൈറ്റിന് സമയമായി. നീ എന്നിട്ട് റെഡിയാവാ. ശരി, ഓക്കെ. ഹലോ, എന്താ ഇതൊക്കെ? ശരി, നീ നോ പറയരുത്. ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാൻ എയർപോർട്ട് വരെയെങ്കിലും വരാം. വേണ്ട, എൻ്റെ പൊന്നുമോളെ ഇനി ഡ്രൈവ് ചെയ്യരുത് ദയവേത്. യെസ്, ഐ സേ നോ. മിസ് യു മൈ ബേബി. I'll miss you too, എൻ്റെ രാജുകുട്ടി.